എല്ലാവർക്കും വീണ്ടും സൈൻ വേവ് ഇൻവെർട്ടറിന്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് HT സെക്ഷൻ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാനായി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ HT സെക്ഷൻ ആണ് ഈ കാണുന്നത്. ഈ വരുന്ന ഒരു മെയിൻ ഭാഗമാണ് HT സെക്ഷൻ 1. അതിനടുത്ത് താഴത്ത് കാണുന്നത് ഒരു ചെറിയ സെക്ഷനിൽ വരുന്നതും HT സെക്ഷൻ 2 ആണ്. അപ്പോൾ ഇത് ഹൈ വോൾട്ടേജിന്റെ സെക്ഷൻ ആയതുകൊണ്ടാണ് HT സെക്ഷൻ എന്ന് പറയുന്നത്. ഹൈ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ള 250 വോൾട്ട് ഇൻ ഔട്ട് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഈ അസംബിൾഡ് ബോർഡിൽ കാണുന്ന റിലേ സ്വിച്ചിന്റെ ഇത്രയും സെക്ഷൻ. അപ്പോൾ ഈ ഒരു ബോർഡിന്റെ പിൻഭാഗം ഒന്ന് നോക്കാം. ഈ ഒരു ബോർഡിന്റെ പിൻഭാഗത്തിൽ ഇവിടെ സാധാരണ PCBയും HT സെക്ഷനും തമ്മിൽ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ HT സെക്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ ഒരു ചെറിയ ഭാഗം HT സെക്ഷനും കൂടിയുണ്ട്. ഇനി HT സെക്ഷനിൽ വരുന്ന റിലേയുടെ ഭാഗമാണിത്. ഈ ഭാഗത്താണ് AC ഇൻപുട്ട് വരുന്നത്, അതേപോലെ AC ഔട്ട് പോകുന്നത്. അതേ ട്രാൻസ്ഫോമറിൽ നിന്ന് ഔട്ടും റിലേയിലോട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ ഈ റിലേയിലോട്ട് കൊടുക്കുന്ന ഒരു കണക്ഷൻ നമുക്കൊന്ന് നോക്കാം. റിലേയിൽ കോമൺ പോളിലാണ് ഫേസ് ഔട്ടായ 220 വോൾട്ട് വരുന്നത്. അതിപ്പോൾ KCBയുടെ ഫേസ് ആണെങ്കിൽ അതിൽ എത്ര വോൾട്ടാണ് വരുന്നത് ആ വോൾട്ട് തന്നെയായിരിക്കും ഔട്ട് പോകുന്നത്. ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ 220 വോൾട്ട് ആണ് ഔട്ട് വരുന്നത്. അപ്പോൾ കോമണിലാണ് ഔട്ട് വരുന്നത്. ഇതിൽ നോർമലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. റിലേയുടെ കോമൺ പോളും ഇതിൽ വരുന്ന ട്രിഗർ ആകുന്നതിന് മുമ്പുള്ള ഒരു പോള് കോമൺ പോളായിട്ട് ടച്ച് ചെയ്തെടുക്കുന്നതാണ് നോർമലി ക്ലോസ്ഡ് പോൾ. ആ പോളിലോട്ടാണ് നമ്മൾ KCBയുടെ ഇൻ ഫേസ് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് കോമൺ പോളിൽ നിന്നും ടച്ച് ചെയ്യാതെ കിടക്കുന്ന ഭാഗമാണ് നോർമലി ഓപ്പൺഡ്, അതായത് കോമൺ പോളിൽ നിന്നും വിട്ടു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേയുടെ കോയിൽ പ്രവർത്തിക്കുമ്പോൾ കോമണും നോർമലി ഓപ്പണും തമ്മിൽ കണക്ഷൻ ആവും. അങ്ങനെയാണ് സൈൻ വേവിന്റെ വോൾട്ടേജ് അപ്പുറത്തോട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്നത് ബാലൻസ് ചെയ്യാനുള്ള 150 ഫിൽട്ടർ കപ്പാസിറ്റർ ആണ്. 250 വോൾട്ട് ആണ്. അപ്പോൾ ആ ഒരു കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ നിന്നും വരുന്ന ഫേസ് നോർമലി ഓപ്പണിലും ന്യൂട്രൽ TR ന്യൂട്രലിലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലെ സ്റ്റാർട്ടിങ് TR ന്യൂട്രലിലും എൻഡിങ് നോർമലി ഓപ്പൺഡ് ആയ ട്രാൻസ്ഫോമർ ഫേസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് ബാലൻസിങ് ആയിരിക്കില്ല. ആ ഒരു ഔട്ട്പുട്ട് ബാലൻസ് ചെയ്യാനാണ് ഈ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കംപ്ലൈന്റ് നമുക്ക് കിട്ടാവുന്നത് ഈ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ പ്രവർത്തിക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ബാലൻസിങ് അല്ലാണ്ട് മുകളിലോട്ടും താഴത്തോട്ടും ഇങ്ങനെ അൺബാലൻസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിറ്റക്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിൽട്ടർ കപ്പാസിറ്ററിന് പകരം നമുക്ക് ഫാനിലൊക്കെ ഉപയോഗിക്കുന്ന 2 MFD ഫിൽട്ടർ കൊടുക്കാം, അല്ലെങ്കിൽ 2.5 MFD ഫിൽട്ടർ കൊടുക്കാം. അത് നമ്മളുടെ ഇൻവെർട്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇൻവെർട്ടർ ഹയർ KVയിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ കപ്പാസിറ്ററും കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഹയർ KVയിൽ അഡീഷണൽ കപ്പാസിറ്റർ 2.5 MFD മുതൽ 5 MFD വരെ കൊടുക്കാറുണ്ട്. അത് KV മാറുന്നതനുസരിച്ചാണ്. അത് കൊടുക്കുന്നതിന്റെ പ്രത്യേകത ഇൻവെർട്ടർ വഴി ലൈറ്റും ഫാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കപ്പാസിറ്ററിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഹെവി ലോഡുകളായിട്ടുള്ള പവർ ഐറ്റംസ് ഉപയോഗിക്കുമ്പോൾ ഔട്ട്പുട്ടിൽ ചെറിയൊരു അൺബാലൻസിങ് വരും. അത് നിങ്ങൾക്ക് ബൾബുകളിലോ അല്ലെങ്കിൽ ട്യൂബുകളിലോ ഒക്കെ കാണാവുന്നതാണ്. സാധാരണ ഇൻവെർട്ടറിൽ പ്രവർത്തിക്കുമ്പോൾ ഹെവി KV ആണെങ്കിൽ ഒരു മിക്സി ഇതിലോട്ട് പ്രവർത്തിക്കുമ്പോൾ ബൾബുകൾ പതിയെ ഫ്ലിക്കർ ചെയ്യുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ട്യൂബുകൾ ഫ്ലിക്കർ ചെയ്യുന്നതായിട്ട് കാണാം. വേറെ ഫാനിനൊന്നും വലിയ ഇഷ്യൂ വരുന്നില്ല, പക്ഷേ നമ്മുടെ കണ്ണിനൊരു ഇറിറ്റേഷൻ പോലെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലൊരു അഡീഷണൽ ഫിൽട്ടർ കപ്പാസിറ്റർ കൊടുക്കുന്നത്. ഇനി ഇവിടെ ഫേസും ന്യൂട്രലും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഒരു 220K 2 വാട്ട് റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. അത് ഇവിടെ ഫേസും ന്യൂട്രലും കൺട്രോളിൽ തന്നെയാണ് ആ ഒരു റെസിസ്റ്റർ ഇടുമ്പോൾ വരുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഇവിടെ ഒരു CT കോയിലാണ്. CT കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ. അപ്പൊ നമ്മൾ ഇതില് ലോഡ് സെൻസ് ചെയ്യുന്നത് ഈ ഒരു കറണ്ട് ട്രാൻസ്ഫോമറിന്റെ കോയിലിന്റെ നടുഭാഗത്തുകൂടിയുള്ള ഹോളിൽ നിന്നാണ് ഒരു വയർ കണക്ട് ചെയ്തിട്ട് ലോഡ് സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കറണ്ട് ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ കൂടി ഒരു ജമ്പർ വയർ ഉള്ളിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് 1 സ്ക്വയർ mm വയറാണ്. അപ്പോൾ നമുക്കിത് 1000 വാട്ടിന് 1 സ്ക്വയർ mm വയർ തന്നെ മതി. ഒരു ചെറിയ പീസ് ആയതുകൊണ്ട് അത് തന്നെ അധികമാണ്. ആ ഒരു ജമ്പർ വയറിന്റെ ഒരറ്റം TR ന്യൂട്രലിലും മറ്റേ അറ്റം ന്യൂട്രലിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ
ന്യൂട്രൽ വയർ CT കോയിലിന്റെ ഉള്ളിൽ കൂടി കടന്നു വന്നിട്ടാണ് കോമൺ ന്യൂട്രലിലോട്ട് പോകുന്നത്. അതാണ് നമുക്ക് ന്യൂട്രൽ ഔട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ആ മെയിൻ സെക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് ഒരു കംപ്ലൈന്റ് ഈ റിലേ സ്വിച്ചിൽ വരാം. കാരണം ഈ റിലേ സ്വിച്ച് 30 ആംപിയറിന്റെ 250 വോൾട്ട് ആണ്. അതേപോലെ DC-യിൽ വരുന്നത് 20 ആംപിയർ 28 വോൾട്ട് ആണ്. കോയിലിൽ വരുന്നത് 12 വോൾട്ട് ആണ്. റിലേ സ്വിച്ച് പല വിധത്തിലുണ്ട്. ഓപ്പൺ ആയിട്ടുള്ളതുണ്ട്, ഗ്ലാസ് ടൈപ്പ് ഉള്ളതുണ്ട്. പണ്ടൊക്കെ ഫ്രിഡ്ജിനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്റ്റെബിലൈസറുകൾ ചിലപ്പോൾ നിങ്ങൾ അഴിച്ചു നോക്കിയിട്ടുണ്ടാവും. അതിൽ 2 ചെറിയ ഗ്ലാസ് ടൈപ്പ് റിലേ സ്വിച്ച് ആണ് ഉള്ളത്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് ഓപ്പൺ ആയതുകൊണ്ടാണ്. ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രവർത്തനം കാണാൻ പറ്റില്ല. അപ്പോൾ വലിയ KVയിലൊക്കെ ഉപയോഗിക്കുന്നത് ആ ഗ്ലാസ് ടൈപ്പുള്ള വലിയ ആംബിയർ കൂടിയ റിലേ സ്വിച്ച് ആണ്. അപ്പോൾ അതിൽ നമുക്ക് അതിന്റെ പ്രവർത്തനം മനസ്സിലാകും. ഈ കോമണും നോർമലി ഓപ്പണും തമ്മിലുള്ള ഗ്യാപ്പും അതേപോലെ കോമണും നോർമലി ക്ലോസ്ഡും തമ്മിലുള്ള ടച്ച് ചെയ്തെടുക്കുന്ന ഭാഗവും നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാവുന്നതാണ്. അതേപോലെ കോയിലിലോട്ട് കറണ്ട് കൊടുക്കുമ്പോൾ ഇത് ട്രിഗർ ചെയ്യുന്നതിന്റെ ഒച്ച മാത്രമേ നമുക്ക് കേൾക്കുള്ളൂ. ഈ റിലേ സ്വിച്ചിന്റെ കോമണും NOയും തമ്മിൽ കോണ്ടാക്ട് വരാൻ സാധ്യതയുണ്ട്. വളരെ ഹീറ്റ് കൂടിയ അവസ്ഥയിൽ അല്ലെങ്കിൽ വലിയ ലോഡൊക്കെ പ്രവർത്തിക്കുമ്പോൾ അതങ്ങോട്ട് ഉരുകി പോയിട്ട് അത് കോണ്ടാക്ട് ആയിട്ടിരിക്കും. അപ്പോൾ KCBയിൽ നിന്നുള്ള കണക്ഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചൂടായിട്ട് ഉരുകി പോകുന്ന ഒരു കണ്ടീഷനും ഉണ്ട്. അത് വളരെ വിരളമാണ്. എന്നിരുന്നാലും കൂടുതലായിട്ട് വരുന്നത് നോർമലി ഓപ്പൺഡ് ആയിട്ട് പെട്ടെന്ന് ടച്ച് ആയിരുന്നു കഴിഞ്ഞാൽ വിടാൻ അത് അങ്ങോട്ട് ചൂടായി ഉരുകി അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു റിലേ സ്വിച്ചിൽ വഴി കൂടി ആയിരിക്കും ഇൻവെർട്ടറിന്റെ ലോഡ് പോകുന്നത്. അപ്പോൾ ആ റിലേ സ്വിച്ചിൽ കൂടി പോകുന്ന ലോഡിൽ വലിയ പവറുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും ഈ റിലേ സ്വിച്ച് കേടാവും. അപ്പോൾ നോർമലി കറണ്ട് ഉള്ളപ്പോൾ ഇതിൽ കൂടി നമുക്ക് എന്തും പ്രവർത്തിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. കറണ്ട് ഉള്ള സമയത്ത് ഫേസ് ഇതിൽ വന്നിട്ട് ഇതിന്റെ കോമണിൽ കൂടിയാണ് കയറി പോകുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിലാണെങ്കിൽ വലിയൊരു യൂണിറ്റ് ഒക്കെ പ്രവർത്തിക്കുമ്പോൾ കോമണും NCയും തമ്മിൽ ടച്ച് ആയിട്ട് ഉരുകി അങ്ങോട്ട് പോകും. അപ്പോൾ അതിൽ ചെറിയൊരു ബട്ടൺ പോലെയുള്ള ഭാഗമാണ് ടച്ച് ആവുന്നത്. വലിയ റിലേയിലൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി ഗ്രീസ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതങ്ങനെ നമുക്ക് ഒരു കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് HT സെക്ഷൻ 2 ആണ്. HT സെക്ഷൻ 2 ഇവിടെ കാണുന്ന ഒരു 12 റെസിസ്റ്ററുകളുണ്ട്. അതിവിടെ 680K ആണ്. അപ്പോൾ ഈ 680Kക്ക് പകരം 220K ഇടാറുണ്ട്. അത് സർക്യൂട്ട് അനുസരിച്ചുള്ള മാറ്റം വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിസ്റ്റർ വഴി നമുക്ക് ചാർജിങ് സെക്ഷനിൽ വരുന്ന കുറച്ച് പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. കാരണം ഈ ഒരു റെസിസ്റ്ററിൽ നിന്നും ന്യൂട്രും ഫേസും കണക്ട് ചെയ്തിട്ട് ഇവിടെ മെയിൻസ് സെൻസ് ചെയ്യുന്ന ഭാഗമായ LM324 എന്ന് പറഞ്ഞ ICയുടെ 9ാമത്തെ പിന്ന് മുതൽ 15ാമത്തെ പിന്ന് വരെയാണ് AC മെയിൻസ് കയറി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 9ാമത്തെ പിന്ന് മുതൽ 15ാമത്തെ പിന്ന് വരെ AC മെയിൻസ് ഇന്നും AC ഔട്ടും സെൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ചാർജിങ് സെക്ഷനിലോട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതായത് ഈ മൈക്രോ കൺട്രോളർ വഴിയാണ് സിഗ്നലിലേക്ക് വിടേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ICയിൽ നിന്നും AC മെയിൻസിൽ എത്ര വോൾട്ട് ഉണ്ട് അല്ലെങ്കിൽ ഔട്ടിൽ എത്ര വോൾട്ട് ഉണ്ട് എന്നൊക്കെ ഇതിൽ നിന്നും ഡാറ്റ വഴി ഇത് സെൻസ് ചെയ്തിട്ട് LCDയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ 12 റെസിസ്റ്ററുകൾ, അതായത് 650Kയോ 220Kയോ ഇതിലേതെങ്കിലുമൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ചാർജിങ് നടക്കില്ല. അപ്പോൾ ചാർജിങ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഭാഗത്തു കൂടിയാണ്. അത് ഈ മൈക്രോ കൺട്രോളാണ് നിയന്ത്രിക്കുന്നത്. ഇനി ഈ ICയുടെ 9 മുതൽ 15 വരെയുള്ള ഭാഗത്തെ 2 സെനർ ഡയോഡുമുണ്ട്, ഒരു 4 റെസിസ്റ്ററുമുണ്ട്. അത്രയും ഭാഗം കൊണ്ടാണ് നമുക്കിവിടെ ACയുടെ ഔട്ട് സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. AC മെയിൻസും ഉണ്ട്, ഔട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് സെൻസിങ്ങിൽ കിട്ടാത്തത്? അതായത് LCDയിൽ മെയിൻസിന്റെ ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അവിടെ റീഡ് ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മനസ്സിലാക്കാം ഈ ഭാഗത്തുള്ള റെസിസ്റ്ററുകൾ അല്ലെങ്കിൽ ഇത്രയും ഭാഗത്തുള്ള റെസിസ്റ്ററുകൾ ഡാമേജ് ആയി. അതുമല്ലെങ്കിൽ ഈ ഒരു ICയിലോട്ട് പോകുന്ന ഇൻപുട്ട് വോൾട്ടേജും പൾസൊക്കെ പോകുന്നതും ഈ ഭാഗത്തെ കുറച്ച് റെസിസ്റ്ററാണ്. അപ്പോൾ IC ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് AC മെയിൻസ് അല്ലെങ്കിൽ ഔട്ട് സെൻസ് ചെയ്യുന്നതല്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ചാർട്ട് നോക്കാം. ഇപ്പം നമ്മുടെ ഈ ബോർഡിൻ്റെ ഒരു സർക്യൂട്ടാണ് കാണുന്നത്. ഈ സർക്യൂട്ടിൽ നമ്മളിവിടെ വിവരിച്ച മെയിൻസ് സെൻസ് ചെയ്യുന്ന ന്യൂട്രലിൽ നിന്നും ഫേസിൽ നിന്നും പോകുന്ന 12 റെസിസ്റ്ററാണ് ഇവിടെ കാണുന്നത്. ഇത് 220K ആണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 680K ആണ്. ഇപ്പോൾ വളരെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ സർക്യൂട്ടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആ റെസിസ്റ്ററിന്റെ വാല്യൂ മാറുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ മെയിൻസ് സെൻസ് ചെയ്യുന്ന IC ആണ് ഈ കാണുന്നത്. ഇതിന്റെ പിൻ നമ്പറിലോട്ട് പോകുന്ന 220K റെസിസ്റ്റർ ഇവിടെ സീരീസ് ആയിട്ടാണ് ഇതിലോട്ട് പോകുന്നത്. അതേപോലെ ഈ ഭാഗത്തും സീരീസ് ആയിട്ടാണ് പോകുന്നത്. 12 റെസിസ്റ്റർ
3 റെസിസ്റ്റർ വഴി സീരീസ് ചെയ്താണ് ഇതിലോട്ട് പോകുന്നത്. 4 സെക്ഷൻ വഴിയാണ് പൾസ് ഇതിലോട്ട് കൊടുക്കുന്നത്, അതായത് മെയിൻസ് സെൻസ് ചെയ്യാനുള്ള പൾസ് പോകുന്നത്. ഇനി ഇവിടെ ADC സെക്ഷൻ എന്ന് പറഞ്ഞൊരു ചാർട്ടുണ്ട്. അതിൽ AC ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സെൻസിങ്. അപ്പോൾ ഇതിൽ പറയുന്നത് the AC input and AC output sensing is with the sense module. അപ്പോൾ നമ്മളിവിടെ പറയുന്ന സെൻസ് മോഡ്യൂള് ഈ IC ആണ്. അപ്പോൾ ICയിലോട്ട് പോകുന്ന കുറച്ച് റെസിസ്റ്ററിൻ്റെ വാല്യൂസും കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിലോട്ട് പോകുന്ന ആ ICയുടെ പിൻ നമ്പറിൻ്റെ പ്രവർത്തനങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വരുന്ന കറണ്ട് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടുള്ള, അതായത് CTയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലോഡ് സെൻസിങ്, ഇതിൽ കൂടി പോകുന്ന ലോഡ് എങ്ങനെയാണ് നമ്മളിത് സെൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ബാറ്ററി സെൻസിങ്. HT സെക്ഷൻ ആയതുകൊണ്ട് ബാറ്ററി സെൻസിങ്ങിനെ കുറിച്ച് അടുത്തൊരു ക്ലാസ്സിലായിരിക്കും പറയുന്നത്. ഇവിടെ HT സെക്ഷൻ മെയിൻ സെക്ഷൻ ഇവിടെ പാർട്ടീഷൻ പോലെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ 680 K റെസിസ്റ്റർ വരുന്ന ഭാഗം കുറച്ച് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആയ HT സെക്ഷൻ 1ഉം 2യുമാണ് നമ്മളിവിടെ വിവരിച്ചത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ ആണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.